കേരളം പഴയ ജാതി കേരളം തന്നെയാണ്. അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അത് സാധിക്കാതെ പോയത് തീർച്ചയായിട്ടും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഉയർത്തിയ നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ അവർ ഏറ്റെടുത്തില്ല. അവർ RSSന്റെ ഇലക്ഷൻ, RSSന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, മുസ്ലിങ്ങളും അല്ലാത്തവരുമെന്ന വംശീയ വിഭജനത്തെ പിണറായി എന്ന അധികാരമോഹിയുടെ മരിക്കുന്നത് വരെ കേരളം ഭരിക്കാൻ അധികാരമോഹിയുടെ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിക്ക് മുസ്ലിം വംശഹത്യ ആവാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു രാഷ്ട്രീയത്തെ എനിക്ക് ഉയർത്തിക്കൂടാ? അതുകൊണ്ട് മുസ്ലിങ്ങളും അല്ലാത്തവരും എന്ന രാഷ്ട്രീയം ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീറിലൂടെ, നരേഷനിലൂടെ രൂപകൽപ്പന ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് കേരളത്തിൽ RSSന്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങോട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികാര തുടർച്ചയുണ്ടായേക്കാം, പക്ഷേ ഓർക്കണം, CPM ഉണ്ടാവില്ല. അധികാര തുടർച്ചയിൽ പോലും BJP അധികാരത്തിൽ വരാത്തത് കൊണ്ട് CPMന്റെ അധികാര സാധ്യത മാത്രം വെച്ച് സഖാക്കൾ BJPക്കാരായി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരാനിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് ബംഗാളിന്റെ ചരിത്രം മുന്നിൽ വെച്ചിട്ടാണ്. ബംഗാളിന്റെ ചരിത്രം മുന്നിൽ വെച്ചിട്ടാണ്. എന്താണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്താണ് ബിന്ദുവിനോട് പറഞ്ഞത്? അത്രയധികം 20 മണിക്കൂറോളം പോലീസ് വേട്ടയാടപ്പെട്ടത് എന്തുകൊണ്ടാ? പരാതിയുമായിട്ട് ശശിയുടെ മുമ്പ് ചെല്ലുമ്പോൾ ശശി പറയാണ് പോലീസിനൊക്കെ ഭയങ്കര വിശ്വാസം, അല്ലെങ്കിൽ പോലീസിന്റെ ആത്മവീര്യം കെടുത്താൻ പാടില്ലല്ലോ, അത് ബിന്ദുവിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അത് ദലിതരല്ലേ, അതുകൊണ്ട് എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ശശി എന്താ പറഞ്ഞത്? അറ്റൻഡ് ചെയ്തില്ല, അതെടുത്തില്ല. അങ്ങനെ അവർ പറഞ്ഞു വിട്ടു, പോലീസ് സ്റ്റേഷനിൽ പോയിക്കോറും. മറ്റേ ആള് കോടതിയിൽ പോകാനും പറഞ്ഞു. ഇതാണ് പ്രിയമുള്ളവരെ കേരളം ഭരിക്കുന്നവര് പട്ടികജാതിക്കാരന്റെ കൂടെയില്ല, കേരളം ഭരിക്കുന്നവര് ദലിതരുടെ കൂടെയില്ല, കേരളം ഭരിക്കുന്നവര് യഥാർത്ഥ ഇടവരുടെ കൂടെയില്ല, കേരളം ഭരിക്കുന്നവർ ഒരുപക്ഷെ ഇവിടെയുള്ള സകല സംഘികളോടും ചങ്ങാത്തം കൂടുന്ന NDAയിൽ തന്നെ പങ്കാളിത്തമുള്ള സമുദായ സംഘടനകളുടെ നേതാക്കന്മാരുടെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കും, അവരോട് സഖ്യം ചേരും. പക്ഷേ നമ്മൾ അറിയുന്നു, അങ്ങനെയുള്ളവരല്ല യഥാർത്ഥത്തിൽ സമുദായം വേറെ തന്നെയാണ്. RSS നേതൃത്വം കൊടുക്കുന്ന വംശീയ രാഷ്ട്രീയത്തിന്റെ ഇരകളാകാൻ പോകുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിലാണ്, ആ ഉണർവിലാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ സഹോദര രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത്.